കേടായിട്ട് യൂസ് ചെയ്യാത്തൊരു ടി വി ചവിട്ടിപ്പൊട്ടിച്ച് എന്താ പ്രശ്നം? ഇത് ഓൾറെഡി പറഞ്ഞത്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കൈസ്, അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. നേരത്തെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഒരു ഉറുപ്യ ഒരാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 100 രൂപ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒരു 100 പ്രാവശ്യം ചിന്തിച്ചാലോചിച്ചിട്ട് മാത്രം ഒരു കാര്യം ചെയ്യും. ബ്രില്യൻ്റ് ആളാണ് അത് ഞാൻ പറയാം. ബിസിനസ് അതാണ് കാരണം. അതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ പോലെ നമ്മളെ പോലത്തെ പൊട്ടന്മാര് വിറ്റതും അത് വെച്ച് ഇതാക്കിയതും നമ്മളെ മണ്ടന്മാരാക്കാനുള്ള കാരണം അതാണല്ലോ. സത്യടാ, നമ്മളെ സത്യം പറഞ്ഞ ബ്രില്യൻ്റാ. ഞാൻ എന്തെല്ലാം ഈ പറഞ്ഞ പോലെ എന്നെ ഊമ്പിച്ചാലും ഞാൻ പറയാം. ഹീസ് എ ബ്രില്യൻ മാൻ ഐ എവർ സീൻ. അത് ഞാൻ പറയും, അത് ഞാൻ എവിടെയും പറയും. ഹീസ് എ ബ്രില്യൻ മാൻ ഐ എവർ സീൻ. എങ്ങനെ വ്യൂസ് ഉണ്ടാക്കണം, എങ്ങനെ ആൾക്കാരെ മണ്ടനാക്കണം, എങ്ങനെ ആൾക്കാരുടെ മനസ്സിലേക്ക് എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് ഇത്ര അറിയുന്ന ഒരു വ്യക്തിനെ എന്റെ ജീവിതത്തിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല. മനസ്സിലാ, ഞാൻ വേറെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തി ഞാൻ വേറെ കണ്ടിട്ടില്ല. വാട്ട് എവർ എന്തോ സംഭവിച്ചോട്ടെ, അത് കണ്ടന്റ് ആക്കുക, അത് വിൽക്കുക, അത് വിറ്റുകൊണ്ട് 10 രൂപ ഉണ്ടാക്കുക എന്ന് പറയുന്ന ബുദ്ധി ഉണ്ടല്ലോ, അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ അത് നമ്മളെയും കൂടി ഊമ്പിച്ചത് കൊണ്ടാണ്. സത്യം എടാ, എനിക്ക് സത്യം പറഞ്ഞ ഈ തൊപ്പി എന്നുള്ള ക്യാരക്ടർ ഇടാ, എനിക്ക് ഈ നിയാദിനെക്കാട്ടും വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇവന് വരുന്നതിന് മുമ്പ് നിങ്ങളെ പോലെയൊക്കെ തന്നെയാണ് ഇവനും ചിന്തിച്ചുകൊണ്ടിരുന്ന ആള്. ഏത് ഈ പറഞ്ഞ പോലെ തൊപ്പി എന്ന് പറഞ്ഞ വ്യക്തിനെ കുറിച്ച് ഇവൻ ചിന്തിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ത് അല്ല, നമ്മൾ ആദ്യം പൊതുവെ പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് എന്താ ഉണ്ടാവുക, തൊപ്പി വളരെ മോശം, ഇന്ന് മാറി നിയാദായപ്പോൾ എത്രയോ നല്ല ആളെന്ന്. എടാ ഞാൻ പറയട്ടെ, ഏറ്റവും ഡേഞ്ചർ ആരാന്നറിയോ? നിയാദ് എന്നുള്ള ആളാണ് ഏറ്റവും ഡേഞ്ചർ. തൊപ്പി സീനിലടാ. തൊപ്പി എന്താണെന്നറിയോ? തൊപ്പിയുള്ള ഓപ്പണാ, നമുക്ക് പറയാനുള്ള കാര്യങ്ങളും തെറികളും കാര്യങ്ങളും ഒന്നും മറച്ചു വെക്കൊന്നുമില്ല. എന്തെങ്കിലും കൊടുക്കാനില്ലെങ്കിൽ കൊടുക്കാനില്ല, പോടാൻ മതിയെന്ന് ഓപ്പണായിട്ട് പറയും. പക്ഷെ മറ്റേ പരിപാടിയിലടാ, നമുക്കെല്ലാം പ്രതീക്ഷ തന്ന് എല്ലാ രീതിയിലും സെറ്റാക്കാന്ന് പറഞ്ഞ് ഒന്നും സെറ്റാക്കാണ്ട് നമ്മളെ മാക്സിമം ഊറ്റിയെടുത്ത് ചണ്ടിയാക്കിയിട്ട്, ഇതെല്ലാം ചണ്ടിയായിട്ട് നമ്മൾ ചണ്ടിയാകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. മാത്രമല്ല എല്ലാം ഇപ്പോൾ PC-ൻ്റെ കാര്യമായാലും ഇതേ രാത്രി തന്നെ PC തരാമെന്ന് പറഞ്ഞിട്ട് എന്നോട് അങ്ങനെ പറഞ്ഞു. ഇപ്പം അതിന് ശേഷം പിന്നെ എന്താ പറയുക, അന്ന് തന്നെ ഓൺ ഡിക്ലെയർ ചെയ്തൊരു കാര്യമാണ് കുക്കിൻ്റെ. അതായത് ഇനി മുതൽ നീ കുക്ക് ചെയ്യേണ്ട, മെലുവിനെ കൊണ്ട് കുക്ക് ചെയ്യും. അവിടെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഞാൻ ഇന്നേ വരെ ഈ സംഭവം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ പറയുന്നത്. എൻ്റെ വീട്ടുകാരോട് പോലും ഞാൻ ഇത് പറയാത്തൊരു സാധനം. ഞാൻ അവിടെ ഏകദേശം എനിക്കൊന്നൊരു 4-5 മാസത്തോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ അവിടെ പണിയെടുത്തിട്ടുണ്ട്, പട്ടീനെ പോലെ ഞാൻ പണിയെടുത്തിട്ടുണ്ട്. അതിപ്പോൾ അലക്കാരനായിട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ കുക്കായിട്ടും എടുത്തിട്ടുണ്ട്, ആശാരിയായിട്ടും എടുത്തിട്ടുണ്ട്, എല്ലാ പണിയും ഞാൻ എടുത്തിട്ടുണ്ട് അവിടെ. ഇന്നവരെ ഒരു ഉറുപ്പ് തന്നില്ല. തരാത്തിൽ എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം വെച്ചാൽ നമ്മളെന്താ പറയുക, നമ്മൾ ഓൻ്റെ ഒപ്പം നിൽക്കണമെന്നും അവിടെ ലൈവിലൊക്കെ പെർഫോം ചെയ്യുന്നതുകൊണ്ട് അതിലൊക്കെ ആ കുഴപ്പമില്ല ഓൻ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണ്. പിന്നെ തരാന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമ്മളാ എന്തായി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ കാര്യം സെറ്റാക്കും. പിന്നെ ഈ പറഞ്ഞ പോലത്തെ എന്തെങ്കിലും വീട്ടിലൊരു ആവശ്യമോ സാഹചര്യമോ മോശമായി കഴിഞ്ഞാൽ ഒപ്പം നിൽക്കുമല്ലോ, അതിന് സഹായിക്കുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിന്. എന്നിട്ട് അന്ന് രാത്രി PC അന്ന് എൻ്റെ ബർത്ത്ഡേൻ്റെ ആ രാത്രി എന്താ പറയുക, ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ കുക്കിങ്ങിൻ്റെ കാര്യം അപ്പനോട് അറിയാം.